ഹായ്. എല്ലാവരും ഓണക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരിക്കും അല്ലേ? ടി വിൻ്റെ മുന്നിലാണോ ഫോണിലാണോ എന്നറിയില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വീടുകളിൽ ഓണക്കളി അങ്ങനത്തെ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? എൻ്റെ ചെറുപ്പകാലത്തെ ഒരു ചെറിയ ഓർമ്മ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഞങ്ങൾ എസ്റ്റേറ്റ് പാടി ലൈനിലാണ് താമസിക്കുന്നത്. അപ്പോൾ 4-5 പാടികളൊക്കെ ഉണ്ടാവും അടുത്തടുത്തായിട്ട്. അതിലൊരുപാട് ആൾക്കാരുണ്ടാവും, കുട്ടികളും മക്കളും എല്ലാവരും. ഒരു 10-11 മണി 12 മണിയാകുമ്പോഴത്തേനും എല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ച് പിന്നെ ഓരോരോ സെറ്റായിട്ട് ഞങ്ങൾ കളിയായിരിക്കും. ചെറിയ കുട്ടികൾ കക്ക് കളിക്കുക, കല്ല് കളിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരുവിധം വലിയ കുട്ടികൾ പിന്നെ വേറെ കളികൾ, പിന്നെ തുമ്പി എറിയൽ, അമ്മമാരാണെങ്കിൽ തിരുവാതിര, അച്ഛന്മാരാണെങ്കിൽ വേറെ ഓരോ കളികൾ. അങ്ങനെ ഒരു ഉത്സവം പോലെയാണ് അവിടെ. എല്ലാ ആൾക്കാരും വന്നിട്ട് അവിടെ കൂടും. പുറത്തൊന്നും എവിടെയും പോകില്ല, സിനിമയ്ക്ക് പോകില്ല. ഇപ്പോഴത്തെ മാതിരി ടി വി ഇല്ല, ഫോണില്ല. അന്ന് എവിടെയെങ്കിലും ഒരു വീട്ടിലെവിടെയെങ്കിലും ഒരു പിന്നെ റേഡിയോനുണ്ടാവും. അന്ന് ശബ്ദരേഖ ഉണ്ടാവും, അത് കേൾക്കാൻ കുറച്ച് കൂട്ടർ ഓടിപ്പോകും. ഒന്ന് നായർ എന്ന് പറയുന്ന പുണ്യായർ പറയും ഞങ്ങൾ. അവരെ വീട്ടിൽ മാത്രമേ ഉള്ളൂ റേഡിയോന്. അപ്പോൾ ഞങ്ങൾ ഈ കളീൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും പോകും, അത് കേൾക്കാനും പിടിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ഓണമൊക്കെ അങ്ങനത്തെ ഓണങ്ങളായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കളിയില്ല, കാര്യമില്ല, ഒന്നുമില്ല. പിന്നെ ഭക്ഷണം കഴിക്കുക, ടി വി അല്ലെങ്കിൽ ഫോണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അന്നത്തെ പഴയ ഓണം, പഴയ കളിയും കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് ആ കളിയൊന്നും ഇപ്പോൾ അറിയൂല, ആരും കളിക്കണമില്ല, ചെയ്യണമില്ല. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മ മാത്രം. ഇനിയിപ്പോൾ ആരാ അങ്ങനെയൊക്കെ ചെയ്യണം? ആ കളികളും കാര്യങ്ങളൊക്കെ മറന്നുപോയി. ആ പിന്നെ ഉണ്ടായ അവരൊക്കെ അവിടെ, ഇപ്പം ഞങ്ങളെ തൊട്ട് ഉള്ളവരൊക്കെ, ഞങ്ങളെല്ലാവരും അവിടെ നിന്നൊക്കെ മാറി. ആരുമില്ല അവിടങ്ങളിൽ, ഒക്കെ വേറെ വേറെ സ്ഥലത്തായി. ഇപ്പോൾ കാണലില്ല, കേൾക്കലില്ല. എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലും കണ്ടെങ്കിലായി. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. നബിദിനും അധ്യാപകദിനും ഓണവും എല്ലാം ഒരുമിച്ച് വന്ന ഈ സുദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. എല്ലാവരും സുഖമായിരിക്കുക. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് പിന്നെ ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഞാൻ എൻ്റെ ഒരു പഴയ ഓർമ്മകൾ പങ്കുവെച്ചെന്ന് മാത്രം. ഇനിയും പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പിന്നെ നമുക്ക് സമയമല്ല. അപ്പോൾ എല്ലാവർക്കും